ഹലോ ഗായ്സ്, അപ്പം ഇന്ന് ഓണാണ്. ഇന്ന് ഓണവിശേഷങ്ങളായിരിക്കും വ്ളോഗിൽ. ഇന്നിപ്പോൾ ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട്. ഇന്ന് തറവാട്ടിലാണ് ഫുഡ്. അപ്പം ഇന്ന് എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോവും. ഇവിടെ അമ്മമ്മയും മാമനൊക്കെ വന്നിട്ടുണ്ട്. വലിയ ആഘോഷമൊന്നുമില്ല, ഒരു ചെറിയ പരിപാടി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പോവും. അപ്പം ഇതെന്താ വിശേഷങ്ങൾ കാണാം. മേഘം തൂറും കണ്ണീർ സേരും കർക്കണ്ടായി മാറുമാ. നീ ഇതെടുക്കണ്ട. നമുക്കിങ്ങനെ സർപ്രൈസുകൾ തിരിച്ചു എന്റെ പണി കുറച്ച് കൂടുതലായിരിക്കും. ഓപ്പൺ ചെയ്യും. ഏത് ഫോണാണ് എന്ത് ഫോണാണെന്നൊക്കെ ഏതാ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ, പിടിക്കുമ്പോ നോക്കണേ. ദുബായ് ബിജിത്തിനെ വരുത്തിക്കല്ല നമ്മള്. ദുബായ് ബിജിത്തേട്ടൻ എന്താണ് പറയാനുള്ളത്? ഫോൺ അടിച്ചു പോയിരുന്നു, പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്രതീക്ഷിക്കാണ്ട് കിട്ടണല്ലേ സർപ്രൈസ്. മനസ്സിലാവരുതല്ല. രണ്ടു വാക്ക് വന്നിട്ട് 2 ദിവസമായി. വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു ഞാൻ ഓണത്തിന്റെ വ്ളോഗ്. അതെ, ചിരിക്കേണ്ടതായി. നിങ്ങളുടെ കുഞ്ഞി പൂക്കളം എല്ലാം പ്ലാൻ ചെയ്തു. അതെല്ലേ, ഞങ്ങൾ എല്ലാവരും കൂടിയും തറവാട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്തായിരുന്നു അച്ഛനെനിക്ക് സർപ്രൈസ് ആയിട്ട് ഫോൺ തന്നത്. അപ്പം അമ്മമ്മയും മാമനും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവർ വന്നിട്ട് കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയും തറവാട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. തറവാട് ഇവിടെ അടുത്ത് തന്നെയാണ്, കാരണം വീട്ടിൽ നിന്ന് ഇച്ചിരി ഉള്ളൂ. പക്ഷേ നമ്മളെല്ലാവരും കൂടി കാറിൽ പോകാമെന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഒരുമിച്ച് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കാറിന് പോകാനുള്ള ദൂരമൊന്നും ഇല്ല അങ്ങോട്ടേക്ക്. നന്നായിണ്ട്. നിനക്ക് ഞാൻ ഒരു കൊട്ടക്കമ്മലേ 2 ആഴ്ച ഇടാൻ പറ്റുള്ളൂ. ഹായ്, വരപ്പിച്ച ഫുഡാണ്. നമ്മൾ ഇത്ര വെയിലില്ലേ, ഫുഡൊക്കെ കാണിച്ചെടുക്കാനാണ്. എനിക്ക് ധാരാളമാണ്. ഇവൻ BBA പഠിച്ച് ഡോക്ടറാവും. എല്ലാവരും കൊല്ലാനാണോ? അമ്മ 80 കിലോ ഉണ്ടായിരുന്നു. അമ്മമ്മേനെ 80 കിലോക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഇപ്പൊ 51 കിലോയിലേക്ക് അമ്മമ്മ 80 കിലോ എന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കി. അല്ലാടിയുണ്ടായിരുന്നു. അന്നത്തെ
ഇവിടെ ഇത് വണ്ണം വെച്ചിട്ടുണ്ട്. അസ്മിത വണ്ണം വെച്ചിട്ടുണ്ട്. അപമാനിക്കല്ല എന്റെ മോളെ കാര്യം ഞാനല്ലേ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഇനി ഈ ഡ്രസ് ഇട്ടിട്ട് എങ്ങനെയാണ് ഈ വീഡിയോന് ഭയങ്കര റീച്ച് ആയിരിക്കും കേട്ടാ. ഭയങ്കര റീച്ച് ആയിരിക്കും. റിപ്ലൈ പറയണം. ചിക്കൻ കറി ഒന്നുമില്ലോ. ചിക്കൻ കറിയോ? ചിക്കനോ? ഓണത്തിന് അല്ലെങ്കിൽ തറവാട്ടിലെ ചിക്കൻ ബീഫും മട്ടൻ. പിന്നെ ഓണം എന്തെങ്കിലും കുറച്ച് സദ്യക്ക് ഇതൊക്കെ ആ കിട്ടുണ്ടോന്നിരിക്കും. കുട്ടിയൊന്നുമില്ല, തുടച്ചോക്ക്. ഇച്ചിരി ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് കയ്യിൽ ഫുള്ള് കുട്ടി. കയ്യിലൊന്നുമില്ല. മുഖം കഴിക്കാൻ നോക്കണ്ടേ? എടാ കണ്ണെഴുതിയിട്ടുണ്ട്, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ഈ വൃത്തിയേടായിട്ടുണ്ട് എപ്പോഴും. അതൊക്കെ എടുക്ക്. എന്റെ കമ്മലിന് കോംപ്ലിമെന്റ് തന്നെ. ആദ്യം നമ്മളെ ആദ്യം വിളമ്പ് വെക്കണതാണ് വീട് വെക്കണത്. അത് ആദ്യം വെക്കണ ഇതിൽ ഞാനിരിക്കും. ബാക്കി നിങ്ങളൊക്കെ പിന്നീട് ആദ്യം വെക്കും. നമ്മളങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ വിളമ്പാ. അമ്മ ചോറുണ്ടാറാ ഇതില്. ചോറ് അവിടെ പോയി പപ്പടം ഇഞ്ചിക്കറി ഇട്ടിട്ടില്ല. വെള്ളക്കായില്ലേ? ഇത് 2-3 സ്പൂണും കൂടി വേണം. തുറക്കങ്ങള് പറ്റണ്ടേ? ഈ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നത് ആണ് പഴം. പിന്നെ നമ്മളിങ്ങനെ എടുക്കുന്നു, ഒരു പാത്രത്തിൽ ഇരിക്കുന്നു. എന്നിട്ട് എന്റെ വായിലേക്ക് കയറുന്നു. അമ്മേ പോരായിരുന്നല്ലേ. 4 ആഴ്ചത്തെ കൊള്ളം ഇവിടെ ഇന്നലെ തിന്നുണ്ടല്ലോ. അതൊക്കെ പപ്പടവും പൊടിയാണല്ലേ? പപ്പടം ഇടുന്ന സീൻ കണ്ട. പപ്പടം മറക്കേണ്ടത് അടുത്ത് പൊട്ടാണ്ടിടണം. ഇതാണ് യൂട്യൂബർ ചാനലൊക്കെ കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മതിയിരുന്ന് കഴിവില്ലാന്ന്. കഴിവിപ്പോഴും ഇല്ല. അത് പപ്പടം മറത്ത് നമ്മൾ ഈ തവണ ഞങ്ങൾക്ക് ബംഗാളിൽ നിന്ന് ഒരു അതിഥി ഉണ്ടായിരുന്നു. ഉണ്ണിയിലാവട്ടെ കാര്യം മനസ്സിലായ ഗൈസ്. അങ്ങനെ ഞങ്ങള് സദ്യയൊക്കെ കഴിച്ച് വീടെത്തി. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാട്ടോ. അപ്പൊ തന്നെ റെഡി ആയി ഇറങ്ങി. കാരണം ഇന്ന് ഫിലിമിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് 6 മണിക്കുണ്ട് ഫിലിം. അപ്പൊ ഞാനും ഗൗതമും കൂടി ഇപ്പൊ എന്റെ വീട്ടിലോട്ട് പോവാണ്. ഞാൻ ഇനി അവിടെ ഒരു 1-2 ദിവസം നിന്നിട്ടൊക്കെ വരുള്ളൂ. ഗൗതം നാളെ പോരും. പിന്നെ എനിക്കിന്ന് അച്ഛൻ പുതിയ ഫോൺ മേടിച്ചെന്നു. എന്റെ ഫോൺ ഓൾറെഡി ഡെഡായിരിക്കുന്നു. ഡെഡായിരിക്കാൻ മീൻസ് സ്ക്രീന് കുറച്ച് കംപ്ലൈന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ 2-3 ദിവസം മുന്നേ കംപ്ലൈന്റ് വന്നിട്ട് ഞാൻ ഒന്ന് സെറ്റാക്കി എടുത്തതായിരുന്നു ഫോൺ. പക്ഷേ ഫോൺ കിട്ടുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അച്ഛനൊരു സാധനം എനിക്ക് തരുമ്പോ ഞാൻ എന്താന്ന് വിചാരിച്ചിട്ട് അത് മേടിക്കണത്. എന്നിട്ട് എനിക്ക് മനസ്സിലാവുള്ള ആ ഷേപ്പ് കണ്ടിട്ടൊന്നും മനസ്സിലാവുള്ള എന്താന്നുള്ളത്. പെട്ടെന്ന് എന്ത് സാധനം തരാൻ തുറന്നു നോക്കിയപ്പോ ഫോൺ. സത്യം പറഞ്ഞ എന്റെ കിളി മൊത്തം പോയി. കാരണം പെട്ടെന്ന് എന്താ പറയാ, പെട്ടെന്ന് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യാണ്ടൊരു സാധനം കിട്ടുമ്പോണ്ടല്ലോ ഞാൻ
ഞാനെന്റെ ഗൗതത്തിനോട് വെച്ചപ്പോ ഗൗതത്തിന് അറിയായിരുന്നു എല്ലാം വെൽ പ്ലാൻഡ് ആയിരുന്നു. ഫോണ് ഐഫോൺ ഗ്രീൻ സ്ക്രീൻ വന്നു, മറ്റേ 13 Pro ആയിരുന്നു, അത് ഗ്രീൻ സ്ക്രീൻ വന്നു. അപ്പൊ ഇനിയിപ്പോ വേറെ ഫോൺ വാങ്ങണമല്ലോ. അപ്പൊ ഇങ്ങനെ സംഭവിച്ചതിന്റെ പിറ്റേ ദിവസം അച്ഛൻ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു പുതിയ ഫോൺ വാങ്ങണ്ടേ, ഞാനത് സർപ്രൈസ് ആയിട്ട് കൊടുക്കാം, ഇങ്ങനെ ആള് വരുന്നുണ്ട്, ദുബായിൽ നിന്ന് ആള് വരുന്നുണ്ട്, അപ്പൊ അവിടെ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു, എടുത്തു. എന്നിട്ട് ഓണത്തിന് സർപ്രൈസ് ആയിട്ട് കൊടുക്കാം എന്ന് വെച്ചിട്ട് വാങ്ങിച്ചു. അല്ല അത് ഇപ്പൊ നീ ഇപ്പൊ എല്ലാവർക്കും സർപ്രൈസ് തരാനൊക്കെ കൊടുക്കണം. അപ്പൊ പിന്നെ നിനക്കും ആരെങ്കിലും ഒക്കെ സർപ്രൈസ് തരണ്ടേ? അതെല്ലേ, നല്ലൊരു ഗിവ് ആൻഡ് ടേക്ക്. ലാലേട്ടൻ പറയുന്ന പോലെ ഇടി എന്ന് പറയുമ്പോൾ അതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്, അതുപോലെ സർപ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഭയങ്കര സങ്കടം വന്നു ആ സമയത്ത്. കാരണം പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതുകൊണ്ടാണ്. എനിക്കത് ഞാൻ പറഞ്ഞില്ലേ, എനിക്കത് തരുമ്പോ പോലും ആ കവർ കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുള്ള എന്താന്ന്. അപ്പൊ ഞാൻ നോർമലി ഈ വിഷുവിന് അച്ഛൻ കൈനീട്ടം തരാറുണ്ട്. അപ്പോ എന്തുട്ട് ഓണത്തിന് തരുന്നത് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. എന്നിട്ട് അത് തുറന്നു നോക്കിയപ്പോ സത്യം പറഞ്ഞ എന്റെ കിളി പോയി. സത്യം പറയുകയാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഗൗതത്തിനും അറിയായിരുന്നു. പക്ഷെ ഞാനിതൊക്കെ ഇവരെപ്പ പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. നോർമലി ഗൗതമൊക്കെ എന്തെങ്കിലും കള്ളത്തരം ചെയ്യുമ്പോ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കുന്നതാണ്. പക്ഷെ ഇത് മനസ്സിലാക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ അഭിനയിച്ചു. അതെല്ലേ, പക്ഷെ ഇത് ഒരു ഹിന്ദു ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മയായാലും എന്റെ ഫോൺ കേടായ സമയത്ത് ഞാൻ അമ്മയുടെ ഫോൺ വെച്ചാണ്, ഐഫോൺ വെച്ചാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്, വ്ളോഗൊക്കെ എടുത്തത്. അപ്പോ ഗൗതം അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഫോണിന്റെ കേസ് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ അങ്ങനെയാണ് അമ്മ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് ഇതിന്റെ പിറ്റേ ദിവസം ഫോൺ കേടായി, ഇതിന്റെ പിറ്റേ ദിവസം ഫോൺ വാങ്ങി എന്നാണ് ഗൗതം അവകാശപ്പെടുന്നത്. അന്ന് തന്നെ തീരുമാനിച്ചു. പിറ്റേന്റെ പിറ്റേ ദിവസം, അതായത് അന്ന് അതിന്റെ നെക്സ്റ്റ് ഡേ വാങ്ങണ കേസ് ഇതാക്കി അതിന്റെ അടുത്ത ദിവസം സാധനം വാങ്ങി. അങ്ങനെ അപ്പൊ അച്ഛന്റെ ഒരു കൊളീഗ് ഉണ്ട്, ആ ചേട്ടനാണ് ദുബായിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നത്. പക്ഷെ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്തായാലും ഭയങ്കര സന്തോഷായി. ഒട്ടും പ്രതീക്ഷിച്ചില്ല, അതാണ് മെയിൻ. എന്താ വെച്ചാൽ എക്സ്പെക്ട് ചെയ്തില്ല. നമ്മൾ പ്രതീക്ഷിക്കാണ്ട് കിട്ടുമ്പോ അത് ഭയങ്കര ഒരു എന്താ പറയാ, അതെ, ഭയങ്കര ഒരു സർപ്രൈസ് ആണ്. പിന്നെ അതാണെങ്കിൽ എനിക്ക് 16 Pro ഇറങ്ങുന്ന സമയത്ത് ഞാനത് സത്യം പറഞ്ഞാൽ മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് അതിൽ ഇഷ്ടമുള്ള ഫോൺ എന്താ പറയാ, അതിന്റെ കളറാ. 16 Pro ഇറങ്ങുന്ന സമയത്ത് ചുമ്മാ ഇങ്ങനെ നമുക്ക് നോക്കല്ല, മേടിക്കാനൊന്നല്ല, ചുമ്മാ നോക്കല്ല. അപ്പൊ ആ സമയത്ത് എനിക്ക് ഇഷ്ടമുള്ളൊരു ഫോൺ കളർ തന്നെയാണ് എനിക്ക് കിട്ടിയതും. അതും ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. എനിക്കത് ഭയങ്കര സന്തോഷം. ഇത് ഇപ്പൊ ഈ ഫോൺ ഞാൻ യൂസ് ചെയ്യണ ഫോൺ ഓടും, പക്ഷെ അത് രണ്ടാമത്തെ വട്ടം കംപ്ലൈന്റ് വരുന്നത്. അപ്പൊ ഫോൺ മാറ്റാമെന്ന് ഗൗതം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ അപ്പൊ ഓണത്തിന് പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസും കൂടി കിട്ടി. ഇനിയിപ്പോ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി വീട് എത്തിയിട്ട് വേണം ബാക്കി പരിപാടികളും. അപ്പൊ ബാക്കി വീഡിയോ കാണാം. ഓക്കെ, ഹായ്, ഞാൻ വീടെത്തി. നമുക്ക് അളൊക്കെ ഇട്ടിട്ടുണ്ട്. കയ്യിലുണ്ടായിരുന്നാണോ? എന്റെ 13 Pro. ഞാൻ കരഞ്ഞു. ഞാനിങ്ങനെ റെഡി ആയിട്ടൊക്കെ പോവാന്ന് വെച്ച് വന്നപ്പോ
പച്ച ഇങ്ങനെ കവറും കൊണ്ട് വരുന്നുണ്ട് ഇങ്ങനെ തന്നെ എനിക്കിങ്ങനെ മനസ്സിലാവുന്നത് എന്താണ് പൊട്ടിച്ചിട്ടില്ല. അപ്പൊ മറ്റേ പോയപ്പോ അല്ലേ? ഓക്കെ അടിച്ചു പോയിട്ടുള്ളത് പ്രതീക്ഷിച്ചില്ലട്ടോ. ഞാൻ കരഞ്ഞിന്ന് വന്നിട്ട് ശരിയാക്കും. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് ഞായറാഴ്ചയിടയില്ലേ തിങ്കളാഴ്ച അച്ഛൻ്റെ മറ്റേ ബിജിത്തേടെന്ന് അറിയും. പുള്ളി ദുബായിന്ന് വരുന്നത്. അച്ഛനെ വിളിച്ചിരുന്നു ഈ ആഴ്ച വരുന്നിട്ട്. അപ്പൊ അച്ഛൻ അവിടുന്ന് തിങ്കളാഴ്ച സാധനം എനിക്ക് മേടിച്ച് അച്ഛന്റെ കയ്യില് 2 ദിവസം മുന്നേ കിട്ടിയെന്ന്. അപ്പൊ മോൻ ഓണത്തിന് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഗൗതത്തിന് അറിയിരുന്നു. ഞാൻ മിണ്ടില്ല. ഞാനെന്നിട്ട് ഇങ്ങനെ ഇത് അച്ഛനിങ്ങനെ എടുത്ത് ഇങ്ങനെ തരുന്ന സമയത്ത് ഞാൻ നോക്കുന്നു എന്ത് സാധനമാണ് ഇത്. വിഷുവിനല്ല വിഷു കഴിഞ്ഞിട്ട് തന്നെ ഇത് ഓണത്തിന് അപ്പൊ ഞങ്ങൾക്ക് ഗൗതം ബ്ലോഗൊക്കെ എടുക്കുന്നുണ്ടാ. അച്ഛൻ ഇതും കൊണ്ട് വരുമ്പോ ഗൗതം ബ്ലോഗൊക്കെ എടുക്കണം. അപ്പുറത്തുനിന്ന് വീഡിയോ എടുക്കണം. അപ്പോഴും ഞാൻ അല്ലെങ്കിൽ ഗൗതം ബ്ലോഗ് എടുക്കണത് വീടെത്തി. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഫിലിം കാണാൻ ഇറങ്ങി. അപ്പോൾ 6 മണിക്കായിരുന്നു ഷോ. ഞങ്ങൾ ഇരിങ്ങാലക്കുടയിലാണ് ഫിലിം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സായി ഉണ്ടായിരുന്നില്ല. സായിക്ക് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ഓണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് അവന് ലീവ് കിട്ടണത്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടിയാണ് പോയത്. അപ്പോൾ 6 മണിക്കാണ് ഷോ എങ്കിലും നമ്മുടെ ഷോ സ്റ്റാർട്ട് ചെയ്യാനൊരു 6:15 ആയിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നത്തെ ഷോ ലേറ്റായി സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ ആയിരുന്നു ഉണ്ടായിരുന്നതും. അപ്പം പാർക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മൊത്തം വണ്ടിയായിരുന്നു. കുറച്ച് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു ആ ഒരു പോർഷൻ. അത് കഴിഞ്ഞ് നമ്മൾ ഫിലിമിന് കയറി 6:15 ഗൈസ്. അപ്പം ഞങ്ങൾ ഫിലിമൊക്കെ കണ്ടിറങ്ങി. അപ്പം അച്ഛൻ്റെ പെങ്ങളിൻ്റെ ആൻറ്റി അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം ആൻറ്റിനെ കണ്ടിട്ടില്ല. ആൻറ്റിനോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ അങ്ങോട്ട് ചെല്ലും എന്നുള്ളത്. അപ്പം അവർ വീട്ടിലുണ്ടോയെന്ന് അറിയില്ല. ജസ്റ്റ് പോയി നോക്കാം വിചാരിച്ചു. അപ്പം ഞങ്ങൾ 4 പേരും കൂടി ഇപ്പം അങ്ങോട്ട് പോവാണ്. നമ്മളിന്ന് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാന്നൊക്കെ വിചാരിച്ചു വന്നായിരുന്നു. പക്ഷേ ഒരുവിധം കടകളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ പാഴ്സലൊക്കെ മേടിച്ചിട്ട് ഇപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ് ഉള്ളത്. അപ്പോൾ ബാക്കി വിശേഷവുമായി അടുത്ത വീഡിയോയിലാണ്. അതുവരെ ബൈ.